PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയുടെ ആൻസർ കീയാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. 2, ഓപ്ഷൻ എ, ജെയിംസ് പെബിൾസ് ആണ് ആൻസർ, ജെയിംസ് പെബിൾസ്. മൂന്നാമത്തെ ആൻസർ 2020 ജനുവരി 1, ഓപ്ഷൻ ബി ആണ്, 2020 ജനുവരി 1 ആണ്. നാലാമത്തെ ആൻസർ ഭിലായി ഛത്തീസ്ഗഡ്, ഭിലായി ഛത്തീസ്ഗഡിലാണ്. നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം സച്ചിനാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതി. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണെന്നാണ്? ഹ്യൂബെയാണ്, ഹ്യൂബെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന മരിനാണ്, സന മരിൻ. ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണ്. 2019 എഴുത്തച്ഛൻ അവാർഡ് ആനന്ദിനാണ് കിട്ടിയത്, ആനന്ദ്. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഗഗൻയാൻ. താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി എന്ന് പറയുന്നത് ജി കാർത്തികേയൻ. ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകൾ 62 എണ്ണമാണ്, 62 സീറ്റുകളാണ് നേടിയത്. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാരെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നോബൽ സമ്മാനത്തിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട് കേട്ടോ. 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ്? ബാങ്കോക്കിൽ വെച്ചാണ് നടന്നത്, ബാങ്കോക്ക്. നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. നിലവിൽ ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. ദേശീയ ജലപാത എന്ന് പറയുന്നത് ജലപാത 3 ആണ്. ഇത് ഞാൻ ക്ലാസ് തന്നിട്ടുള്ളതാണ്, ജലപാത 3. പിന്നെ കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം, കേരള ബാങ്ക് നിലവിൽ വരുന്നത് 2019 നവംബർ 29 ആണ്, 2019 നവംബർ 29. 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമാണ്, അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്ന. ഓപ്ഷൻ ഡി ആണ്. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതായിരിക്കും തന്നിരിക്കുന്നതിൽ? ശ്രീലങ്കയാണല്ലോ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അതല്ലേ, ശ്രീലങ്കയാണ്. 22ാമത്തെ ആൻസർ എന്ന് പറഞ്ഞത് യമുന നദിയാണ്. 22ാമത്തെ ആൻസർ യമുന. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 50 ജനുവരി 26 ആണ്, 1950 ജനുവരി 26. ഇന്ത്യയുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ഉരുക്കു മനുഷ്യൻ ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണാത്ത ഭൂരൂപം ഡെൽറ്റയാണ്. അഴിമുഖങ്ങളൊക്കെ കാണുന്നതാണല്ലേ, ഡെൽറ്റയാണ് കേട്ടോ, ഡെൽറ്റ. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് വൈക്കം സത്യാഗ്രഹം. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് നമുക്കറിയാം. SNDP അരവിപുരം സർവമത സമ്മേളനം എല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്. മേൽമുണ്ട് കലാപമാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന 3 എണ്ണവും കറക്റ്റാണ്. ആൻസർ എന്ന് പറഞ്ഞത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ആരാ? ജോർജ് വാഷിങ്ടൺ ആണ്. ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവവും ആ ചാപ്റ്ററിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 1789 ആണ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയാം നമുക്ക്, ഏതാ?
ഗസ്റ്റപ്പോ ആണ്, ഗസ്റ്റപ്പോ. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ നമുക്കെന്ത് പറയാം? പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ഇത് ഞാൻ. വിഷുവാണ്. ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ക്ലാസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം പാരാമീറ്റർ ആണ് കേട്ടോ. ഇതിനകത്ത് ഏകകം എന്ന് പറഞ്ഞത് മില്ലിബാറാണ്. ഓക്കെ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദമാണ് ഫോൻ. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് ICDS ആണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാ? നഗരം എന്തായാലും ഫോളോവേഴ്സിന് അല്ലേ, മോഹൻജദാരോ ആണ്. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്നത് ഭൂവൽക്കമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഭൂവൽക്കം. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവും അല്ലാത്ത വസ്തുവാണ് മൈക്ക. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമല്ലാത്ത വസ്തുവാണ് ഏത്? മൈക്ക എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് നൈട്രജന് ചേർന്നാൽ എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. മഴവെള്ളത്തിൻ്റെ pH എത്രയാ? 5.6 ആണ്. മഴവെള്ളത്തിൻ്റെ pH എന്ന് പറഞ്ഞത് 5.6 ആണ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു ഏതാ? ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തുവാണ് കാൽസ്യം ബൈകാർബണേറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എൻഡോസ്കോപ്പിക്കാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല ചാലകം സിൽവറാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, പരീക്ഷയിൽ ചോദിക്കുന്ന. ACയെ DC ആക്കാനായിട്ട് റെക്ടിഫയർ ആണ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാവാത്ത ലോഹമാണ്, അത് ഇരുമ്പാണ് കേട്ടോ. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാകാത്ത ലോഹമാണ് എന്ത്? അത് ഇരുമ്പാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് തന്നിരിക്കുന്നതിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വനേഡിയം പെൻഡോക്സൈഡ് അല്ലേ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാ? വെബറാണ് അല്ലേ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് വെബറാണ്. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? മാർച്ച് 24 എന്താ? ലോക ക്ഷയരോഗ ദിനം. ഇനി ഇരവികുളം നാഷണൽ പാർക്കിന് ദേശം 1976 ആണ്. റിസർപ്പിൻ എന്ന് പറഞ്ഞത് സർപ്പഗന്ധിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ അല്ല, നമ്മൾ അതിനു മുമ്പ് ഏതാ? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ 2 എണ്ണമാണ്. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമോസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം. ഘട്ടമാണ് അനാഫേസ്. എന്താണ്? അനാഫേസ് ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പടവലം, കൗമുദി പടവലം പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഞാനിതിൻ്റെ സങ്കര ഇനങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ചാനലിൽ വീഡിയോ എല്ലാം കാണുക. അതിനകത്ത് നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം. പരസ്യം പറയുന്നതൊന്നുമല്ല, സത്യസന്ധമായ കാര്യമാണ് കേട്ടോ. ഞാൻ പരസ്യമായിട്ട് പറയുന്നതൊന്നുമല്ല. ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ഇൻഫ്ലുവൻസ. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ്. ജീവകം ഇയുടെ ശാസ്ത്രനാമം ഏതാ? ടോക്കോഫെറോൾ അല്ലേ. ടോക്കോഫെറോൾ ആണ്. ഇനിയുള്ളത് കണക്കാണ്. കണക്കിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 61ൻ്റെ ആൻസർ 62ൻ്റെ ഓപ്ഷൻ എ ആണ്. 63 ഓപ്ഷൻ സി ആണ് ആൻസർ. 64 എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഓപ്ഷൻ ബി ആണ്. 65 സി ആണ്. 66ൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 66ൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. 3:100 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 67ാമത്തത് ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എയും ബിയും ശരിയാണ്.
68ാമത്തേൻ്റെ ആൻസർ പറയുന്നത് 68 വരുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 68ാമത്തേൻ്റെ ആൻസർ 4. പിന്നെ 69ാമത്തേൻ്റെ ആൻസർ 480 ആണ്. 69ാമത്തേൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 480 ആണ്. 70ൻ്റെ ആൻസർ 70 ആൻസർ 1 ആണ്. ആൻസർ 1 ആണ്. പിന്നെ 71ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 72ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 73 ഓപ്ഷൻ ബി ആണ്. 74ൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 74ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 75 ഓപ്ഷൻ എ ആണ്. 76 ഓപ്ഷൻ 76ൻ്റെ താഴോട്ട് പോവേ 76 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 77 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 77. 78 ഓപ്ഷൻ എ ആണ് ആൻസർ. 79 ഓപ്ഷൻ ഡി. 80 ഓപ്ഷൻ സി. 80 ഓപ്ഷൻ സി ആണ്. 81ാമത്തെ ആൻസർ ഇനിയുള്ളത് സൈക്കോളജി അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ. ഓപ്ഷൻ സി ആണ്. വ്യക്തിയിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. 82 ഓപ്ഷൻ ബി. സാമൂഹിക ബന്ധ പരിശോധനകൾ. 83 ഓപ്ഷൻ സി. പ്രതിക്രിയാധ്യാപനം. 84 ഓപ്ഷൻ എ. പരിണിത രൂപങ്ങൾ. 85 കാൾ സ്റ്റോറേജ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 86 വരുന്നതുണ്ടല്ലോ 86 ഓപ്ഷൻ സി. ആവർത്തിച്ചുരുവിട്ട് പഠിക്കൽ. 87 ഓപ്ഷൻ ബി ആണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം. 88 വരുന്നത് ഓപ്ഷൻ ഡി. സമഗ്രതാവാദം. 89ൻ്റെ ആൻസർ 89 ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഫാലിക് സ്റ്റേജ്. 90ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 90 ഓപ്ഷൻ എ ആണ്. 91 ഓപ്ഷൻ ഡി. 91 ഇവിടെ തന്നെയാണ് പ്രത്യേകം. സോറി 90 ഓപ്ഷൻ എ ആണ്. 91 ഓപ്ഷൻ എന്ന് പറയുന്നത് 91ൻ്റെ ആൻസർ ഡി. കേസ് സ്റ്റഡി. 92 ഓപ്ഷൻ ഡി ആണ്. 93ൻ്റെ ആൻസർ വരുന്നതുണ്ടല്ലോ 93ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 1 4 2 3. 94ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 94 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ ബി. 96ൻ്റെ ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ സി ആണ്. 98ൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് 98 ഓപ്ഷൻ സി ആണ് കേട്ടോ. 98 ഓപ്ഷൻ സി ആണ്. 99 നടക്കാൻ പഠിക്കലാണ്. ഓപ്ഷൻ എ ആണ്. 100ാമത്തെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റീഫൻ എം കോറിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതാണ് നമ്മുടെ LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ആൻസർ കീ എന്ന് പറഞ്ഞത്. പ്രാഥമിക PSC പബ്ലിഷ് ചെയ്യുന്ന പ്രാഥമിക ഉത്തരസൂചിക അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.